പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ അടുത്തൊരു മണിക്കൂർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം പോകുന്ന തിരുവനന്തപുരത്തേക്കാണ്. കാരണം തിരുവനന്തപുരത്തെ തീരദേശ മേഖല ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. മുതലപ്പുഴയിൽ റോഡ് ഉപരോധവും പണിമുടക്കുമാണ്. അനിയന്ത്രിതമായി രൂപപ്പെട്ട മണൽത്തിട്ട നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം. മുതലപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഉപരോധം നടക്കുന്നത്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, കാലങ്ങളായുള്ള തൊഴിലാളികളുടെ ആവശ്യമാണ് ഈ മുതലപ്പുഴ അപകടക്കെണിയാകുന്നു. മുതലപ്പുഴയിൽ അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നു. മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കാലം കുറയായി. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥയാണ്. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ റോഡ് ഉപരോധിച്ച് സമരം നടത്തുകയാണ് മത്സ്യത്തൊഴിലാളികൾ. എങ്ങനെ മുമ്പോട്ട് പോകുന്നു ഉപരോധം? ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? 6 മണി മുതലാണ് റോഡ് ഉപരോധം ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ റോഡ് ഉപരോധം പുരോഗമിക്കുന്നത്. കൂടാതെ ഒരു പണിമുടക്കും അവിടെ മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുടെ നിലവിലെ ആവശ്യം ഈ മണൽത്തിട്ട അനിയന്ത്രിതമായി മണൽ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. മണൽ ഉള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം അജ്മീർ എന്ന് പറഞ്ഞിട്ടൊരു വള്ളം മത്സ്യബന്ധനത്തിലേക്ക് പോവുകയും അത് ഈ മണൽത്തിട്ടയിൽ കുടുങ്ങുകയും ചെയ്തു. അതിനുശേഷം മറ്റൊരു വള്ളം എത്തിച്ച് ഇതിനെ കെട്ടി വലിച്ചാണ് വീണ്ടും തിരിച്ച് ഈ ഹാർബർ ഭാഗത്തേക്ക് എത്തിച്ചത്. അപ്പോൾ അത്തരത്തിൽ വള്ളങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം വലിയ രീതിയിൽ തന്നെ മണൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളികൾ കുറച്ച് നാളുകളായി ആവശ്യപ്പെടുന്നു. പക്ഷേ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഒരു എക്സ്കവേറ്റർ എത്തിച്ച് മണൽ നീക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെങ്കിലും അത് ഒരു പരിഹാരമല്ല. കാരണം ഇത്രയധികം മണൽ അവിടെ രൂപപ്പെട്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഡ്രഡ്ജിംഗ് യന്ത്രങ്ങൾ കൊണ്ടുവന്ന് തന്നെ ഈ മണൽ നീക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന അപകടങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണൽത്തിട്ട കൊണ്ടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അവിടെ മണൽത്തിട്ട രൂപപ്പെടുകയും അത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നൊരു പരാതി കൂടി വരുന്നത്. എന്തായാലും ഒരു വലിയ തരത്തിലുള്ള റോഡ് ഉപരോധം 500ഓളം മത്സ്യത്തൊഴിലാളികൾ പങ്കെടുക്കുന്ന റോഡ് ഉപരോധം അവിടെ പുരോഗമിക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണി വരെയാണ് ഉപരോധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശരി ചന്തു.